സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മളുടെ മുമ്പിൽ കോട്ടയം പുഷ്പനാഥും ബാറ്റൻ കോസും പോലെയുള്ള നോവലിസ്റ്റിനെ മാത്രമേ നമുക്കറിയൂ. എന്നാൽ മറ്റു മേഖലകളിൽ കൃത്യമായ ധാരണ നമുക്കുണ്ട്. മലയാള സാഹിത്യശാഖ അത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യമായ ഒരു രീതി ക്രൈം നോവലുകൾക്കുണ്ടായിരുന്നു. അഗത ക്രിസ്റ്റി ഒക്കെ എഴുതുന്ന ആ ഒരു ഷെർലക് ഹോംസ് കഥാപാത്രമായി വരുന്നത്, ഇതിനൊക്കെ ഒരു പാരമ്പര്യ സ്വഭാവം. ആ പാരമ്പര്യ സ്വഭാവങ്ങളെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു ഉത്തരാധുനികത നിറയുന്ന ഒരു നോവലായിട്ട് ഇന്ന് ക്രൈം നോവലുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. തമാശയായിട്ട് കൂടി നമുക്ക് പറയുമ്പോൾ നമ്മൾ പഴയകാലത്തെ കുറ്റാന്വേഷണ നോവലിൻ്റെ പ്രധാന കഥാപാത്രം ശ്രീകൃഷ്ണനായിരുന്നു എന്ന് നമുക്ക് പറയാം. തമാശയായിട്ട് നമ്മൾ സെമന്തകം പോയ ആള് എന്നുള്ള നിലയിൽ ഒരു ആദ്യത്തെ കുറ്റാന്വേഷകൻ ശ്രീകൃഷ്ണനായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ രണ്ട് കൈയും നീട്ടി നമ്മൾ ഈ ക്രൈം ഫിക്ഷനുകളെ, നോവലുകളെ സ്വീകരിക്കാത്തതിനൊരു കാരണം സാധാരണ പറയുന്നത് ഇതിനൊരു സർഗാത്മകത ഇല്ല എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഭാഷാപരമായിട്ട് യാതൊരു സംഭാവനയും മലയാള സാഹിത്യശാഖയ്ക്ക് നൽകുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ എഴുത്ത്, ഈ ഷാജി സാറിൻ്റെ എഴുത്തിന് വേറിട്ട വഴികളാണ്. പക്ഷെ അതൊരു പൊതുവെ ഒരു പുതുമ പ്രദാനം ചെയ്യുന്ന ക്രൈം ഫിക്ഷനുകളല്ല. അതുകൊണ്ടാണ് ഇതിന് സ്വീകാര്യത നമുക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷെ ഷാജി സാറിൻ്റെ ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് അത്യന്തം പുതുമ പ്രദാനം ചെയ്യുന്നതും അത്യന്തം ഉദ്വേഗജനകമാണ്. ആകാംക്ഷയുടെ മുൾമുനയിൽ മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്ന തരത്തിൽ നിരവധി മുഹൂർത്തങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ചിലന്തി ഇങ്ങനെ വല നെയ്യുന്നത് പോലെ ഇങ്ങനെ കൃത്യമായി വല നെയ്ത് എടുത്തു വെച്ചിട്ടുള്ള ഒരു അപൂർവമായ ഒരു കലാസൃഷ്ടിയാണ് ഡാർക്ക് വെബ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഇവിടെ നമ്മുടെ ഉദ്ഘാടകർ സൂചിപ്പിച്ചതുപോലെ 1880കളിലും 50കളിലും പാശ്ചാത്യ ലോകത്തിൽ ആർതർ കോനൻ ഡോയൽ എഴുതിയിട്ടുള്ള ഷെർലക് ഹോംസ് പ്രധാന കഥാപാത്രമായിരുന്നു. അവിടെയും കുറ്റകൃത്യങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ നിഗമനങ്ങൾ കൊണ്ടുവരാൻ 1850കളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ അഗത ക്രിസ്റ്റി, അതെല്ലാം ഷാജി സാറിൻ്റെ പുസ്തകത്തിൽ കുറെ കൊട്ടേഷൻസ് ആയിട്ട് ആദ്യം തന്നെ കൊട്ടേഷൻസ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായി ഗവേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഒരു കുറ്റാന്വേഷണം, എനിക്ക് തോന്നുന്നത് പോലീസ് ഓഫീസറായിട്ട് തന്നെ ഷാജി സാർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ അങ്ങനെ ആ പാത്തിലേക്കാണ്, ആ വഴിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ ഷാജി സാറും ശ്രമിച്ചിട്ടുള്ളത്. ഇതിലെ ദിനരാജ് IPS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതൊരു സസ്പെൻസ് ത്രില്ലിങ് സീരീസ് ആയിട്ട് തന്നെ ഷാജി സാറ് 45 അധ്യായങ്ങളിൽ ഇതിന് കൊടുക്കും. ഒരു അധ്യായം വായിച്ചിട്ട് അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ അടുത്ത അധ്യായം എന്താണെന്ന് അറിയാനുള്ളൊരു വ്യഗ്രത നമുക്കുണ്ടാകും, ഒരു താല്പര്യം, അതാണ് ഞാൻ ഉദ്യോഗജനകമായ അന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഷാജി സാറിൻ്റെ എഴുത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്വീകരിക്കുന്നത്. ഇപ്പം ബെന്യാമിൻ്റെ ആടുജീവിതം ഞാൻ ഒറ്റ ഇരിപ്പിന് വായിച്ചതാണ്. മറ്റ് പല നോവലുകളും വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും ഇതേ അർത്ഥത്തിൽ നമ്മൾ വായിച്ചിട്ടില്ല. അപ്പൊ അതിനൊരു ഇഴമുറിയാത്ത ഒരു ബന്ധമുണ്ട്, ഒരു സംഘവ്യാപാരം അവിടെ ഉണ്ട്. നമ്മുടെ ചിന്തകളെ അത് ഉത്തേജിപ്പിക്കുന്നുണ്ട്, നമുക്ക് ചിന്തകൾക്ക് ആഴം വർദ്ധിക്കുന്നുണ്ട്. അത്തരത്തിൽ പോകുന്ന, അതിനോട് കിടപിടിക്കുന്ന ഒരു നോവലിൻ്റെ ഒരു സാദൃശ്യം ഇതിനുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നല്ലോ, പലരും വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ കിട്ടാൻ, ഷാജി സാറ് തന്നെ അത് കിട്ടാൻ എനിക്ക് തോന്നുന്നു 2 മാസത്തിൽ കൂടുതൽ. ഞാനും ഏകദേശം ഒരു 3 ആഴ്ചയോളം കാത്തിരുന്നിട്ടാണ് എനിക്ക് ആ നോവൽ കിട്ടിയത്. വളരെ ഒരു സിനിമ കാണുന്ന മൂഡിലേക്കാണ്
ആ കഥ പോകും. അതേപോലെ തന്നെ ഈ ഒരു ഷാജി സാറിൻ്റെ ഈ ഒരു കുറ്റാന്വേഷണ നോവൽ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പല ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുണ്ട്, ഞാൻ അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ വിട്ടുപോയി, 5-ാം പാതിര ആണെന്ന് എനിക്ക് തോന്നുന്നു. 5-ാം പാതിര ഇതുണ്ട്, അതുപോലെ തന്നെ ഇലവിട പൂച്ചിറ ഇതുണ്ട്, ജോസഫ് എന്ന് പറയുന്നു. അവിടെയൊക്കെ കൃത്യമായി അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് കുറ്റാന്വേഷണം കൃത്യമായി നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, എൻ്റെ കൂടെയുള്ള എൻ്റെ സീനിയറായിട്ടുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഷാജി സാറ് എനിക്ക് തോന്നുന്നത് 2 വർഷക്കാലം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ മഹത്വം അപ്പോഴാണ്. നമ്മളിപ്പോൾ പല കവിതകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ട്, വലിയ അധ്വാനമൊന്നുമില്ല. നമ്മളുടെ ഒരു സാധാരണ റൂട്ടീൻ പോലത്തെ ഒരു സഹ്യവ്യാപാരം നടത്തി നമ്മൾ ചെയ്യുക, അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കുക, കുറേ പരിശോധിക്കുക, തിരുത്തുക, പരിശോധിക്കുക. പക്ഷെ ഷാജി സാറ് ഈ ഒരു കുറ്റാന്വേഷണ നോവൽ എഴുതുന്നതിന് 2 വർഷം അതിൻ്റെ പിന്നിൽ നടന്നു എന്നുള്ളത് അത്ഭുതം ഉണ്ടാകുന്നതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള നിരവധി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിരവധി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്, ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിക്ഷൻ രൂപീകരിക്കാൻ വേണ്ടി ഒരു ഇതാണ് ഒരു നാഗക്കളമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ നാഗക്കളം എന്ന് പറഞ്ഞ് വെറുതെ ആർക്കും അങ്ങനെ എഴുതാൻ പറ്റുന്ന ഒന്നുമല്ല. അത് ശരിക്കും അത് തയ്യാറാക്കുന്ന കണിയാനെ പോയി പുള്ളിയുടെ കൂട്ടുകാരനും അയൽവാസിയും ഒക്കെ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പോയി നിരന്തരം അത് മനസ്സിലാക്കി അതിനെ ഒരു പശ്ചാത്തലം ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഏത് അർത്ഥം നമ്മൾ പരിശോധിക്കും, ഏത് ആംഗിൾ പരിശോധിച്ചാലും വലിയ ഒരു ത്യാഗം നടത്തിക്കൊണ്ടാണ് ഷാജി സാർ ഈ പുസ്തകം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിത് എഴുതിക്കൊണ്ടുവരുന്നത് നമ്മളുടെ സമയം നമുക്ക് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞാൻ ഇത് എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു സാധാരണ ഒരു അപസർപ്പക നോവലിൽ അന്വേഷിക്കപ്പെടുന്ന കുറ്റം ഒട്ടുമിക്കപ്പോഴും മോഷണം, അതുപോലെ തന്നെ അക്രമം, കവർച്ച, കൊലപാതകം എന്നിവയാണ്. കൃത്യം സംഭവിക്കുന്നതോടുകൂടി കഥ ആരംഭിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കുറ്റകൃത്യം ചെയ്തത് ആരാണെന്നോ അതിൻ്റെ കാര്യം എന്താണെന്നോ അതിൻ്റെ സാഹചര്യങ്ങളോ ഒക്കെ അജ്ഞാതമായിരുന്നു. ഈ സമയത്താണ് നമ്മൾ സാധാരണഗതിയിൽ നടക്കുന്നത്. ഈ സമയത്താണ് ഒരു കുറ്റാന്വേഷണ രംഗപ്രവേശം ചെയ്യുന്നത്. അതിവിദൂരമായ തെളിവുകൾ പോലും അയാൾ അതിനെ ശേഖരിക്കുകയും അതിവിദഗ്ധമായി അതിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് അതിലെ ചില ഊഹാഭോഗങ്ങളിലേക്ക് നമ്മുടെ മനുഷ്യ മനസ്സിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു ഇരുളിലാണ്ടുപോയ സംഭവങ്ങളെ അത് അനുക്രമമായി വളരെ ക്രമത്തോടുകൂടി അത് കൊണ്ടുവരാൻ വായനക്കാരൻ്റെ ഒരു ഉദ്വേഗം ജനിപ്പിക്കാൻ, ഒരു വെമ്പൽ ഉണ്ടാക്കുവാൻ, ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുവാൻ ഈ സാധാരണ അപസർപ്പക നോവലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഉദാത്തമായിട്ട് ഷാജി സാർ കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിനെ കൈയടക്കം വന്ന ഒരു തച്ചുശാസ്ത്രജ്ഞനാണെന്നേ ഞാൻ അതിനെ പറയുള്ളൂ. അത്ര പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലെ സൈബർ ഇടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഉദ്ഘാടക ഇവിടെ പറഞ്ഞു, നമ്മുടെ മണിപ്പൂരിൽ പോയി അന്യഗ്രഹ ജീവികൾ തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഉയർന്ന, എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉയർന്നവരായിരുന്നു. അവർ ആത്മഹത്യക്ക് പോയി. ആ ഒരു കാലഘട്ടം അത് ഈ കഥ എഴുതുന്നത് പോലും ഷാജി സാറ് എനിക്ക് തോന്നുന്നത് ഈ കോവിഡിൻ്റെ സമയത്താണ് ഇതിൻ്റെ രൂപം അദ്ദേഹത്തിന് വന്നത്. കോവിഡിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഈ ഫോൺ മിസ്യൂസ് ചെയ്തു. അങ്ങനെ പല തരത്തിൽ ഷാജി സാറിന് ഇതുമായിട്ട് ബന്ധപ്പെടുക, ഇതിനെല്ലാം ചെയ്ത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് സാർ അതിനെല്ലാം കൊണ്ട് ക്രമീകരിച്ചിട്ടാണ് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ തുടക്കം എന്ന് പറയുന്നത് ഫോക്കസ് ന്യൂസിൻ്റെ റിപ്പോർട്ടർ മാർട്ടിനയുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് തുടങ്ങി ദിനരാജ് IPSൻ്റെ ഡയറിയിൽ അവസാനിക്കുന്നതായിട്ടാണ് ഈ നോവൽ
അതിൽ ഏറ്റവും അവസാനം ഒരു വാചകം എഴുതിയിട്ടുണ്ട്, സത്യം നിഷേധിക്കാനാവാത്തതാണ്. സത്യം എന്ന് പറയുന്നത് നിഷേധിക്കാനാവാത്ത. വിദ്വേഷം അതിനെ ഒരുപക്ഷെ ആക്രമിച്ചേക്കാം, അജ്ഞത അതിനെ പരിഹസിച്ചേക്കാം, പക്ഷെ അത് അവിടെയുണ്ട്, ആ സത്യം അവിടെയുണ്ട്. ഷാജി സാറിനും ഉണ്ടായിരുന്നു ആ സത്യം, അന്വേഷണം ദിനരാജിലും ഉണ്ടായിരുന്നു അന്വേഷണം, ആ സത്യം ഉണ്ടായിരുന്നു. അത് ആ സത്യം തേടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ യാത്രയിൽ ഓരോ അധ്യായവും വളരെ കൃത്യമായിട്ട് ആ അന്വേഷണാത്മക രീതി, ഞാൻ നേരത്തെ ഇവിടെ ഉദ്ഘാടക സൂചിപ്പിച്ചതുപോലെ, ഇത് നമുക്ക് രസിക്കാത്തതിൻ്റെ ഒരു കാരണം സാധാരണ നോവൽ, സാറിൻ്റെ നോവലല്ല, രസിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനൊരു സർഗാത്മകത ഇതിനില്ല. കേവലമായ അന്വേഷണാത്മകത്തിലേക്ക് ഇത് പോകുമ്പോൾ ഇതൊരു വിവരണാത്മകമായ തരത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ആ വിവരണാത്മകത്തിന്റെ ഉദ്വേഗം എന്ന് പറയുന്ന, ഉത്കണ്ഠ എന്ന് പറയുന്ന, അത് അനുക്രമമായി അത് കൃത്യമായ ഒരു പരികൽപ്പനയിലേക്ക് നമ്മുടെ മനസ്സിനെ അറിയാതെ ചലിപ്പിക്കുകയാണ്. അബോധപൂർവമായി നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചു പോവുകയാണ്, നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. ഒരു വേള നമ്മളെ മൗനമായിട്ട് മനനം ചെയ്യാൻ നമുക്ക് മനനം ചെയ്യുന്നുണ്ട്. നമ്മൾ വായിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനനം, ഇതാണോ ശരി, അതാണോ എന്ന തരത്തിൽ നമ്മളുടെ മനസ്സിനെ ഒരു ചാഞ്ചല്യം ഉണ്ടാക്കാൻ സാർ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അടുത്ത മാത്രയിൽ സംശയത്തിൻ്റെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായ പോയിന്റിലൂടെയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാം അതിന് പറയുക. ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, അമിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം, അതിൻ്റെ അപകടവശവും അറിയാതെ അകപ്പെട്ടു പോകുന്ന പിഞ്ചു ബാല്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വായിക്കേണ്ടവർ നമ്മുടെ രക്ഷിതാക്കൾ, യഥാർത്ഥത്തിൽ അധ്യാപകർ ഇത് വായിക്കണം. എത്രത്തോളം അധ്യാപകർ വായനക്കാരാണ് എന്ന് എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഷാജി സാറിൻ്റെ സ്കൂളിൽ ഏതോ 50ഓളം അധ്യാപകരുണ്ട്, ആകെ 4 പേര് മാത്രമാണ് വായിച്ചത്. അപ്പോൾ നമുക്കറിയാം മലയാള അധ്യാപകർ പോലും അതിൽ 1-2 പേരെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ രക്ഷിതാക്കളും കൃത്യമായിട്ട് ഇത് അധ്യാപകരും വായിച്ചുകൊണ്ട് ഈ അപകട സാധ്യത ഈ തലമുറയ്ക്ക് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഈ നോവലിനെ കൃത്യമായി അവർ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക പരിഷ്കർത്താവ്. ഷാജി സാർ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ആ വശത്തെ കൂടി ഷാജി സാർ ഈ നോവലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സാമൂഹികമായ ഒരു സമായോജന, ഒരു കൊഹിഷൻ ഇതിൽ ഭംഗിയായിട്ട് ഷാജി സാർ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കണിയാൻ്റെ അടുക്കെ പോയി വളരെ കൃത്യമായിട്ട് അതിൻ്റെ സർപ്പക്കാവും അതിലെ പൂജകളുണ്ട്. അതുപോലെ തന്നെ അതിനെ അടിസ്ഥാന ഹേതുവാക്കി ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളെ ഉറഞ്ഞുതുള്ളി വരുന്ന പറനാഗത്തെ പോലെ പുറത്തേക്ക് അറിയാതെ വരുന്നുണ്ട്. ഈ ഇതിൽ തുള്ളുന്ന ആൾക്കാർ അറിയാതെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ പാട്ടും താളവും മേളവും ഒക്കെ ചേർന്നുകൊണ്ട് അങ്ങനെ അറിയാതെ വരുന്നു. ഇവിടെ ഒരു സമായോജനം നടക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രശ്നമായി മാറുന്നു എന്ന് അമേരിക്കൻ സാമൂഹിക ശാസ്ത്രജ്ഞനായിരുന്ന സി റൈറ്റ് മിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇത് സാമൂഹിക കൽപ്പന സിദ്ധാന്തവും ഇവിടെ നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ്. ഒരു വ്യക്തി തൻ്റെ വ്യക്തിസത്തയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ഭംഗിയായി അത് ചെയ്യാൻ സാധ്യമാകൂ എന്ന് ഈ നോവലിൻ്റെ അവസാന ഭാഗത്ത് ദിനരാജ് IPS ഓഫീസർ ഡയറിയിൽ നിന്നുള്ള വാചകം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെ എഴുത്തുകാരനും കുറ്റാന്വേഷകനും ഒരേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ രണ്ടുപേരും സഞ്ചരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സത്യത്തെ അന്വേഷിച്ചുള്ള യാത്രയാണ്. അത് കണ്ടെത്തിയപ്പോൾ രണ്ടുപേരും എത്തിച്ചേർന്ന കരയിലേക്ക് സഹൃദയരെ, വായനക്കാരെയും കൂടി എത്തിച്ചേർക്കുന്നു. ആ വാക്കുകൾ പാലങ്ങളായി മാറുന്നു. എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു നിർവേദാവസ്ഥയുണ്ട്, ഒരു വല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആ
ആ നിർവേദാവസ്ഥ കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയും അടുത്ത കേസിനായി കാത്തു നിൽക്കുന്ന ഒരു അന്വേഷകൻ അവിടെയുണ്ട്. അതിൻ്റെ വഴിയെ സാഹിത്യത്തിലേക്ക് ഇനിയും ബഹുദൂരം സഞ്ചരിക്കുവാൻ പ്രിയപ്പെട്ട ഷാജി മഞ്ചരി സാർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സമയത്തിന്റെ പരിമിതി പറയാൻ